أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله. ഇന്ന് 9ാമത്തെ നിയമമാണ്. ഈ നിയമത്തിൻ്റെ പേര് മദ്ദുൽ ആരിദ് എന്നാണ്. ഇതിൻ്റെ നിയമം ഹുറൂഫുൽ മദ്ദിന് ശേഷം, അഥവാ അലിഫ്, വാവ്, യാ ഈ അക്ഷരങ്ങൾക്ക് ശേഷം താൽക്കാലികമായി സുക്കൂനുള്ള അക്ഷരം വരുമ്പോൾ, അതായത് നമ്മൾ ഖുർആനിൽ എവിടെയെങ്കിലും നിർത്തുമ്പോൾ, ആയത്ത് തീർന്നിട്ടാണെങ്കിലും ഇടക്കാണെങ്കിലും നമ്മൾ നിർത്തുന്ന സമയത്ത് സുക്കൂനാക്കും അവസാനത്തെ അക്ഷരം. അതിന് തൊട്ടു മുമ്പ് ഹുറൂഫുൽ മദ്ദ് ആണെങ്കിൽ അതിനെ നമ്മൾ 3 മുതൽ 5 ഹർക്കത്തിന് അല്ലെങ്കിൽ 3 മുതൽ 5 സെക്കൻഡ് നമ്മൾ നീട്ടിയാണ് ഓതേണ്ടത്. ഖുർആനിലെ ശ്രദ്ധിച്ചാൽ നമുക്കറിയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന എന്നാണ് എഴുതിയത്. അപ്പോൾ നമ്മളവിടെ നിർത്തുമ്പം ന്യൂനിന് സുക്കൂനാവും. അപ്പോൾ തൊട്ട് മുമ്പ് യാ ആണ്, അത് ഹുറൂഫ് മദ്ദാണ്. അപ്പം നമ്മളത് നീട്ടിയിട്ടാണ് ഓതുന്നത്. റബ്ബിൽ ആലമീൻ എന്നാണ് ഓതുക. ഇതാണ് ഈ നിയമം. ഇനി അതിൻ്റെ ഉദാഹരണങ്ങൾ. അർ-റഹ്മാനിർ റഹീം റബ്ബിൽ ആലമീൻ മൻ യുശാഖില്ലാഹ് تحادون. The lesson we are discussing is called Maddul Arid, which translates to the abrupt stop. When any of mad letters alif, waw, ya are followed by a sakin or sukoon caused by a pause or stop, this type of mad is known as Maddul Arid, which is considered intermediate. It should be equal to 3 to 5 harakat in length or last for 3 to 5 seconds. Here are some examples. Ar-Rahmanir Rahim Rabbil Alameen Man Yushaqillah Tahadun.